ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്ന റെയിൽവേയുടെ ഭാഗത്ത് ഒഴുക്കിന് തടസ്സമില്ലെന്നാണ് റെയിൽവേ വാദം. ജോയിയുടെ മരണശേഷം ഇറക്കിയ പത്രക്കുറിപ്പിലായിരുന്നു ഇത്. ഈ ഭാഗത്ത് നിന്ന് റെയിൽവേ നിശ്ചയിച്ച കരാറുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കിയത് ഏകദേശം 50 ലോഡ് മാലിന്യമാണ്. ഇതിൽ 29 ലോഡ് പൂജപ്പുരയിലെ റെയിൽവേയുടെ ഡംപ്ലിംഗ് യാർഡിലേക്ക് മാറ്റി. ശേഷിച്ചതാണ് റെയിൽവേയുടെ പിറകുവശത്തെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത്. ജോയി അപകടത്തിൽപ്പെട്ട ദിവസവും 2 ലോഡ് മാലിന്യം ഇവിടേക്ക് കൊണ്ടുപോയിരുന്നു. ടെൻഡറിലൂടെയാണ് റെയിൽവേയുടെ മാലിന്യം നീക്കാൻ കരാറെടുത്തതെന്ന് കരാറുകാരൻ ബിജു പറയുന്നു. ദിവസവും രാവിലെ 8:30 മുതൽ പകൽ 3:30 വരെ റെയിൽവേ മേൽനോട്ടത്തിലാണ് മാലിന്യം നീക്കിയത്. എന്നാലും റെയിൽവേയുടെ ന്യായം ഇങ്ങനെ: ജോയിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. മാലിന്യ സംസ്കരണത്തിന് റെയിൽവേക്ക് സ്വന്തമായി സംവിധാനമുണ്ടെന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും എന്റെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കാനോ സംസ്കരിക്കാനോ തയ്യാറായില്ല എന്ന ചോദ്യം ബാക്കിയാണ്. 50 ലോഡ് മാലിന്യം നീക്കിയിട്ടും അഗ്നിരക്ഷാസേനയുടെ സ്കൂബ സംഘത്തിന് കട്ടകെട്ടിയ മാലിന്യം കാരണം രക്ഷാപ്രവർത്തനം നടത്താൻ ആകുന്നുണ്ടായിരുന്നില്ല. മൊത്തം മാലിന്യമാണ്. അത് അടിഞ്ഞുകൂടി കറുത്ത നിറമാണ് വെള്ളത്തിന്. നിറയെ പുഴുവും തുണിയും മദ്യക്കുപ്പികളും ഒരാൾ പൊക്കത്തിൽ പാളികളായി അടിഞ്ഞു കിടക്കുകയാണ്. നീന്തുമ്പോൾ തലയ്ക്ക് മുകളിലും ഓക്സിജൻ സിലിണ്ടറിലും പ്ലാസ്റ്റിക് കവറൊക്കെ കുടുങ്ങും. ഹോട്ടലുകളിലെ ഭക്ഷ്യമാലിന്യം അടക്കം ഇതിലേക്കാണ് ഒഴുകുന്നതെന്ന് തോന്നുന്നു. ട്രെയിനിൽ നിന്ന് വേസ്റ്റ് കഴുകിയിറക്കുന്നതും ഇവിടെയാണ്. സെപ്റ്റിക് മാലിന്യം അടക്കം ഇതിലേക്കാണ് ഒഴുകുന്നത്. ഞങ്ങൾ ഇതിൽ നിൽക്കുമ്പോഴും ഇത്തരം മാലിന്യം ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയെ കണ്ടെത്താൻ മാലിന്യത്തിലേക്ക് ഇറങ്ങിയ അഗ്നിരക്ഷാ സേനയുടെ സ്കൂബ ടീം വിജിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കെട്ടുകണക്കിന് വേസ്റ്റാണ് ഓരോ തവണയും എടുത്ത് പുറത്തേക്കിട്ടത്. വർഷങ്ങളായുള്ള വേസ്റ്റാണ് ഇവിടെയുള്ളത്. അതിന്റെ ഇടയിലൂടെ നീന്തിയാണ് ഓരോ തവണയും പുറത്തേക്ക് വരുന്നത്. അകത്ത് നിൽക്കുമ്പോൾ ഡീസലിന്റെ രൂക്ഷ ഗന്ധവും ഉണ്ടായിരുന്നു. 2 ദിവസം മുഴുവൻ ഈ വെള്ളത്തിലായിരുന്നു ജോയിക്കായുള്ള തിരച്ചിൽ. ഇതിന്റെ ഭാഗമായത് 13 സ്കൂബ ഡൈവേഴ്സ് ആണ്. ഒരു സമയത്ത് 2 പേർ വീതമാണ് ഇവിടെ മാൻഹോളിലും ടണലിലും ഇറങ്ങിയത്. ഏകദേശം 45 മിനിറ്റ് നേരമാണ് ഇവർ ടണലിൽ പരിശോധിച്ചത്. എന്നാൽ ജോയിയുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് 10 ലക്ഷം രൂപ അനുവദിക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകുമെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു. തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷനും വൻ വീഴ്ചയാണ് സംഭവിച്ചത്. ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുകയിൽ 1/4 പോലും കോർപ്പറേഷൻ ചിലവഴിച്ചിട്ടില്ല.